പക്ഷേ അതിന് അവർക്ക് മുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ഭരണകൂടമാണ് ചെയ്ത് നമുക്ക് തരേണ്ടുന്നത്. അത് ചെയ്തു തന്നേ പറ്റൂ. അതിന് വേണ്ടി എൻ്റെ മരണം വരെ, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, പക്ഷെ ഞാൻ അതിന് എൻ്റെ മരണം വരെ ഞാൻ പോയി ഇവരെ നാട്ടിൽ കൊണ്ടെത്തിക്കണം. ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. ഇതുവരെ നാട്ടിലെത്തി സുഖിച്ച് ജീവിക്കുക. ഒരു ഭാര്യയും കുഞ്ഞും മരിച്ചിട്ട് സുഖിച്ച് ജീവിക്കുക. ഒരുപാട് സങ്കടത്തോടെ ഒരു വർഷത്തിന് ശേഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങും നീതിയില്ലാതെ എന്ത് ചെയ്യണം എന്നറിയാൻ പകച്ചു നിൽക്കുന്ന ഒരു അമ്മയുടെ മുമ്പിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷമല്ല, ഈ പോയ ദിവസങ്ങളിലൊക്കെ നമ്മൾ മറക്കാത്തൊരു സംഭവം തന്നെയായിരുന്നു വിഭജിക എന്ന പെൺകുട്ടിയെ. വിഭജിക്കയ്ക്ക് ശേഷവും വിഭജികയ്ക്ക് മുന്നേയും ഒരുപാട് പെൺകുട്ടികൾ ഭർത്തൃ വീട്ടിൽ നടക്കുന്ന മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു. ഏറ്റവും ഒടുവിൽ നമ്മൾ വർക്കലയിലും സമാനമായ രീതിയിലൊരു പ്രശ്നം കണ്ടു. ശരിക്കും സ്വന്തം പേരക്കുട്ടിയും പോയി, മകളും പോയി. ഈ ഒരു വർഷമായിട്ടും നീതി ലഭിച്ചോ അമ്മയ്ക്ക്? എനിക്ക് ഈ ഒരു വർഷമായിട്ട് നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മളെ കേരള പോലീസിൽ നിന്ന് നീതിയുണ്ട്. പക്ഷേ അതിനപ്പുറത്തുണ്ട്, നമുക്ക് ഗൾഫിൽ നിന്ന് അവനെ കൊണ്ടുവരണം. അതിനുള്ള നീതി നമ്മളെ ഭരണകൂടം എനിക്ക് അനുവദിച്ച് തരണം. കാര്യം എൻ്റെ മോൾ കേരളത്തിൽ ജനിച്ചതാണ്, അവളെ ഭർത്താവും കേരളത്തിൽ ജനിച്ചതാണ്. അവർക്ക് അവിടെ ബന്ധം ഒഴിയാനും എല്ലാം കൊടുക്കുന്ന ഒരു കാര്യമില്ല. എന്നാൽ പിന്നെ എല്ലാവരും അവിടെ മരിച്ചിട്ട് ഇവിടെ അങ്ങ്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, എനിക്ക് എന്തായാലും ഇവരെ നാട്ടിൽ കൊണ്ടെത്തിക്കണം. ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല. ഇതുവരെ സുഖിച്ച് ജീവിക്കുക. ഒരു ഭാര്യയും കുഞ്ഞും മരിച്ചിട്ട് സുഖിച്ച് ജീവിക്കുക. ഒരു കുഴപ്പവുമില്ല. അവനും അവൻ്റെ പെങ്ങളും അച്ഛനും. ഇതിൽ ഒന്നാമത്തെ കണ്ണി പെങ്ങളെന്ന് പറയുന്ന നീതുവാണ്. എൻ്റെ കുഞ്ഞും പൊടിക്കുഞ്ഞും മരിക്കാനുള്ള മുഖ്യ കാരണം ഈ നീതു എന്ന് പറയുന്ന സ്ത്രീയാണ്. എന്തെങ്കിലും ഒരു സ്വർച്ചരിച്ചുണ്ടെങ്കിൽ അത് വന്ന് ചോദിച്ച് നികത്തുകയല്ല ചെയ്തത്. അവൾ അതിന് ചൂട്ടുപിടിച്ച് അവൾ അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവളെ അച്ഛൻ്റെ സപ്പോർട്ട് നല്ലപോലെ അവനുണ്ട്. അതുകൊണ്ട് ഈ സംഭവം ഉണ്ടാവാൻ കാരണം. അല്ലെങ്കിൽ എൻ്റെ മോക്ക് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് ഈ പറയുന്ന പെങ്ങളെ ഭർത്താവ് തന്നെ പറയുന്നു. ഞങ്ങളെനിക്ക് അവന് പരസ്ത്രീ ബന്ധം, അവന് അഫെയറുണ്ടെന്ന്. അത് ശരി, അവന് അഫെയറുണ്ട് എന്ന് അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞത്, വേറെ ആരുമല്ല. അത് കഴിഞ്ഞിട്ട് മാനസികവും ശാരീരികവുമായിട്ട് പീഡനത്തിൻ്റെ ഫോട്ടോ എല്ലാം എൻ്റെ മോള് ഫേസ്ബുക്ക് വഴി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം അതിന് ഭക്ഷണവും വസ്ത്രവും കൊടുത്തില്ല. അത് വ്യക്തമായ തെളിവ് അവിടെ നിന്ന് ജോലി ചെയ്യുന്ന പെങ്കൊച്ചിനറിയാം. ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ഒരു കുട്ടിയെ കയറെടുത്ത് കൊടുത്തിട്ട് നീ ചാവെന്ന് പറയുന്നതിന് തുല്യമല്ലേ? അത് ചെയ്തിട്ട് പിന്നെ അവൻ അവിടെ നല്ല നിരന്തരം വിഹരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അതിനെന്താ നമുക്ക് നിയമം എന്താ ചെയ്യേണ്ടുന്നത്? ഞാൻ കേരളത്തിലാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത, ഗൾഫിലല്ല. അപ്പം കേരളത്തിൻ്റെ നിയമം അനുസരിച്ച് എനിക്ക് ആളിനെ വിട്ട് കിട്ടണമില്ല. അവനെയും കുടുംബത്തിനെയും എനിക്ക് ഇവിടെ വിട്ട് കിട്ടണം. എനിക്ക് നീതി വേണം. എൻ്റെ മോള് ജീവിച്ചിരുന്നപ്പോഴും എനിക്ക് അതിന് നീതി കിട്ടില്ല. ഇനി മരിച്ചപ്പോഴെങ്കിലും എനിക്ക് നീതി കിട്ടണം. അതാണ് എനിക്ക് കേരള പോലീസിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. എനിക്ക് ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അന്വേഷിച്ചു. അവർ പഴുതടച്ച് നല്ല വൃത്തിയായിട്ട് കേസ് അന്വേഷിക്കുക. എനിക്ക് അതിനകത്ത് ഒരു വിഷമവും ഇല്ല. പക്ഷേ അതിന് അവർക്ക് മുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ഭരണകൂടമാണ് ചെയ്ത് നമുക്ക് തരേണ്ടുന്നത്. അത് ചെയ്തു തന്നേ പറ്റൂ. അതിന് വേണ്ടി എൻ്റെ മരണം വരെ, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്, പക്ഷെ ഞാൻ അതിന് എൻ്റെ മരണം വരെ ഞാൻ പോയി. ശരിക്കും ക്യാൻസർ പേഷ്യൻ്റായ ഒരു അമ്മ കൂടിയാണ്. ആ അമ്മ സ്വന്തം മകളുടെ നീതിക്ക് വേണ്ടി മരണം വരെ പൊരുതുമെന്ന് പറയുമ്പോൾ ഇതിൽ കുറ്റക്കാരായ ആളുകൾ ഇപ്പോഴും വളരെ സ്വതന്ത്രമായി തന്നെ വിഹരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാരണം. കാരണം ഈ നാട്ടിലെ നിയമമോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയൊക്കെ ശരിക്കും പറഞ്ഞാൽ യാതൊരു തരത്തിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ കൂടെ അഡ്വക്കേറ്റ് ഉണ്ട്. ഈ ഒരു കേസിൽ വളരെ വിചിത്രമായി തോന്നുന്നുണ്ട്. കാരണം ഇത്രയധികം ഒരു മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിൽ നടത്തുന്നത്, അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? അല്ല, അങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അത്തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഗതിവേദികൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 80% അന്വേഷണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ എവിഡൻസ് ആണ് കൂടുതൽ തെളിവായിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത്. അത് നമ്മുടെ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടലിൽ, ചടുലമായ ഇടപെടലിൽ അതിന് അറസ്റ്റ് സാക്ഷാത്കരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ പ്രതീക്ഷയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവര് ഈ നിയമത്തെ ഭയക്കുന്നു, ഇവിടെ നടക്കുന്ന കേസിനെ ഭയക്കുന്നു എന്നുള്ളതിന്റെ മകളുദാഹരണം പറയുകയാണെങ്കിൽ അവര് ഈ കേസ് റദ്ദാക്കാൻ, കോഷ് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് നമ്മളെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്
റെസ്പോണ്ടന്റ് ആക്കിയിട്ടുണ്ട്. വിഭജികയുടെ അമ്മയെ ശൈലജ ചേച്ചിയെ കക്ഷിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻസ് അവിടെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിഭജികയുടെ അമ്മ ഞാനും അഡ്വക്കേറ്റ് AV ഇന്ദിര മുഖാന്തരവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1-2 തവണ അതുണ്ടായിരുന്നു. അപ്പോൾ ഹൈക്കോടതിക്ക് ഉള്ളത് അതിനകത്ത് നിങ്ങൾ വലിയ ഹറി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ താമസം എടുക്കും. അവിടെ നടന്ന കാര്യമായതുകൊണ്ട് ഇവിടുത്തെ 80% അന്വേഷണം പുരോഗതി ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. ഇനി ബാക്കി എന്താ നടപടികൾ സ്വീകരിക്കുന്നതെന്നുള്ളത് കൃത്യമായ തരത്തിലുള്ള അന്വേഷണം നടക്കും. ഓക്കെ, ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ വേണം ഈ ഒരു വിഷയത്തിൽ. കാരണം ഒരു സ്ത്രീയോ 2 സ്ത്രീയോ അല്ല നമ്മുടെ കേരളത്തിൽ ഭർതൃഗൃഹത്തിൽ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്ന 1ാമത്തെ വ്യക്തിയുമല്ല, ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ ദിനം പ്രതി കേൾക്കുമ്പോൾ ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോടാണ് പറയാനുള്ളത്. എത്രയും വേഗം ഇങ്ങനെ വിലസി നടക്കാൻ വിട്ടുകൊടുക്കാതെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും മാധ്യമങ്ങളും തയ്യാറാണ്. ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ബിലുവനിച്ചൻ, വിസ്മയ ന്യൂസ്.